ഹായ്, ഞാൻ ഡോക്ടർ ഷംസീര. ഇന്ന് പറയുന്നത് യൂറിക് ആസിഡ് ശരീരത്തിൽ അധികമായാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെടുന്നത്, ഏതെല്ലാം ജോയിന്റ്സ് ആണ് കൂടുതലായും ബാധിക്കപ്പെടുന്നത്, യൂറിക് ആസിഡ് കൂടിയ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, ഭക്ഷണത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, ഭക്ഷണത്തിലല്ലാണ്ട് വേറെന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. യൂറിക് ആസിഡ് കൂടുന്ന പ്രശ്നത്തിന് നമ്മൾ ഗൗട്ട് എന്നാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ സന്ധിവാതം എന്നും പറയാറുണ്ട്. എഫക്റ്റ് ചെയ്യുന്നത് ജോയിന്റ്സുകളിലാണ്, കൂടുതലായും നമ്മുടെ കാലിന്റെയും കൈയിന്റെയും ജോയിന്റ്സുകളിലാണ് എഫക്ട് ചെയ്യുന്നത്. കൈയിന്റെ ജോയിന്റ്സ് ആണെങ്കിൽ നമ്മുടെ ചൂണ്ടൻ വിരലിന്റെ ജോയിന്റ്സിലും, കാലിന്റെ ജോയിന്റ്സുകളാണെങ്കിൽ നമ്മുടെ തള്ളം വിരലിന്റെ ജോയിന്റ്സുകളാണ് ഇത് എഫക്ട് ചെയ്യുന്നത് കൂടുതലായിട്ടും. അവിടെ മാത്രമല്ല, വേറെ ജോയിന്റ്സിലും ഇത് എഫക്ട് ചെയ്യാറുണ്ട്. ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടാൻ കാരണം പ്യൂരിൻ മെറ്റാബോളിസത്തിന്റെ അബ്നോർമാലിറ്റി ആണ്. ഈ യൂറിക് ആസിഡ് നമ്മുടെ ജോയിന്റ്സുകളിൽ അടിഞ്ഞുകൂടുകയും ആ ജോയിന്റ്സിന്റെ ചുറ്റുവട്ടമുള്ള ടിഷ്യൂസിൽ ഇത് ബാധിക്കുകയും അങ്ങനെ നമുക്ക് രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇത് കാരണം അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ, ജോയിന്റ്സ് സ്റ്റിഫായിരിക്കുക, മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുക, സ്വെല്ലിംഗ് അനുഭവപ്പെടുക, നമ്മൾ തൊട്ട് കഴിഞ്ഞ അവിടെ ഒരു ചൂട് അനുഭവപ്പെടുക, അതുപോലെ തന്നെ അവിടെ കളർ വ്യത്യാസം കാണുക, വേദന അനുഭവപ്പെടുക. എപ്പോഴാണ് യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടി എന്ന് പറയുന്നത്? ആണുങ്ങളിലാണെങ്കിൽ 7 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിനേക്കാളും കുറവായിരിക്കണം, സ്ത്രീകളിലാണെങ്കിൽ 6 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിനേക്കാളും കുറവായിരിക്കണം. ഈ വാല്യൂവിനേക്കാളും കൂടുതലാണ് എങ്കിൽ ഇതിന് നമ്മൾ യൂറിക് ആസിഡ് കൂടിയ പ്രോബ്ലം എന്ന് പറയും. ഗൗട്ട് അഥവാ സന്ധിവാതം എങ്ങനെ മനസ്സിലാക്കാം? ഫസ്റ്റ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബ്ലഡ് ടെസ്റ്റിൽ യൂറിക് ആസിഡിന്റെ ലെവൽ നോക്കുക. യൂറിക് ആസിഡ് നേരത്തെ പറഞ്ഞ വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ സന്ധിവാതം ഉണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ESR ചെയ്ത് നോക്കുക. ESR ഇതൊരു ഇൻഫ്ലമേറ്ററി ഡിസീസ് ആയതുകൊണ്ട് ESR എലവേറ്റ് ചെയ്ത് കിടക്കും. അതുപോലെ തന്നെ കിഡ്നിന്റെ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലാണ്ട് നമുക്ക് ചെയ്യാവുന്ന വേറൊരു ടെസ്റ്റ് ആണ് സൈനോവിയൽ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യുക. സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോയിന്റ്സുകളിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ്. ഈ ഫ്ലൂയിഡ്സിൽ നമുക്ക് കാണാവുന്നത് ഈ യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റൽസ്, അതാണ് മോണോസോഡിയം യൂറേറ്റ് എന്ന് പറഞ്ഞ ക്രിസ്റ്റൽസിനെ നമുക്ക് ഫ്ലൂയിഡിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ്. യൂറിക് ആസിഡ് പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. നമ്മുടെ ജോയിന്റ്സുകളിൽ പെയിൻ അനുഭവപ്പെടുക, അതുപോലെ തന്നെ സ്വെല്ലിംഗ് അനുഭവപ്പെടുക, കളർ വ്യത്യാസം കാണുക, അങ്ങനെ മേൽപ്പറഞ്ഞ രോഗലക്ഷണങ്ങളുണ്ട്. അതിന്റെ കൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് യൂറിക് ആസിഡിന്റെ ലെവൽ കൂടുതലായി കാണുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഒരു ഫിസിഷ്യനെ കാണിക്കുക, എന്നിട്ട് പ്രോപ്പറായ ട്രീറ്റ്മെന്റ് എടുക്കുക. അല്ലാണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് കൂടെ തന്നെ വീട്ടിൽ നമുക്ക് ചില ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തിയാലും നമുക്ക് ഒരുവിധം യൂറിക് ആസിഡിന്റെ പ്രോബ്ലംസ് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ഒരു റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക, ഫിസിയോതെറാപ്പി ചെയ്യുക, ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇതൊരു ഡയറ്റിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, പേഷ്യന്റിന് ഒബേസിറ്റി അഥവാ ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക. അതുപോലെ ഫുഡിൽ ശ്രദ്ധിക്കേണ്ടത് സീ ഫുഡ് ഒഴിവാക്കുക. മെയിൻലി ഒഴിവാക്കേണ്ടത് ഈ നത്തോളി, അതുപോലെ തന്നെ നത്തോലിക്ക് ചില നാടുകളിൽ പറയുന്ന വത്തൾ എന്ന് പറയും, അതുപോലെ മത്തി, അതുപോലെ തന്നെ ഷെല്ലടങ്ങിയ മീനുകൾ, ചെമ്മീന്, കക്കയിറച്ചി, കടുക്കയിറച്ചി, അതുപോലെ തന്നെ ഞണ്ടിറച്ചി, ഇതൊക്കെ ഒഴിവാക്കുക. സീ ഫുഡിൽ മെയിൻലി ഒഴിവാക്കേണ്ടത്. മീറ്റ്സ് യൂറിക് ആസിഡ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ടർക്കി കോഴിയുടെ ഇറച്ചി, അതുപോലെ ലിവർ, അതുപോലെ തന്നെ ഉപ്പിട്ട് ഉണക്കിയ ഇറച്ചി, ഇതൊക്കെ ഒഴിവാക്കുക. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക, ആൽക്കഹോൾ അടങ്ങിയ ഡ്രിങ്ക്സ് ഒഴിവാക്കുക, ബിയർ ഒഴിവാക്കുക, അതുപോലെ തന്നെ സോഡ അടങ്ങിയ ഡ്രിങ്ക്സ് ഒഴിവാക്കുക. ഇപ്പൊ ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലായി കാണാറുണ്ട്. ഇപ്പൊ പ്രോപ്പറായിട്ട് ഗുഡ് ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, നന്നായി വെള്ളം കുടിക്കുക. പിന്നെ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാലും യൂറിക് ആസിഡിന്റെ പ്രോബ്ലം അധികമാവാറുണ്ട്. അപ്പൊ പ്രോപ്പറായിട്ടുള്ള ഒരു ഗുഡ് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ, കിഡ്നിയിൽ കല്ലുള്ള പേഷ്യൻസിലും ഈ ഗൗട്ട് അഥവാ സന്ധിവാതത്തിന്റെ പ്രോബ്ലം അധികമായി കാണാറുണ്ട്. അപ്പൊ കിഡ്നി സ്റ്റോണിലെ പേഷ്യൻസ് ആണെങ്കിൽ ആ സ്റ്റോണിനുള്ള ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് എടുക്കുക. ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് യൂറിക് ആസിഡ് കൂടാറുണ്ട്. അപ്പൊ അതിന് പകരമായി ആൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ മെഡിസിൻസ് എടുക്കുക. അതുപോലെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള ഷൂസ് ധരിച്ചു കഴിഞ്ഞാൽ
ഓൾറെഡി ജോയിൻസിന് വേദനയും ബുദ്ധിമുട്ടും ഉള്ളവർക്ക് ഈ യൂറിക് ആസിഡ് പ്രോബ്ലം അധികമാകും. ഇപ്പൊ ലൂസായിട്ടുള്ള ഷൂസ് ധരിക്കുക, ജോയിൻസിന് പ്രശ്നമുള്ളവര്. യൂറിക് ആസിഡ് കൂടിയതിനെ കുറിച്ച് ഇതെല്ലാമാണ് അറിഞ്ഞിരിക്കേണ്ടത്.